ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ വെക്കേഷൻ ടൈമിൽ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ അമ്മ വീട്ടിലേക്കും അതുപോലെ കസിൻസിൻ്റെ വീട്ടിലേക്കൊക്കെ അതുപോലെ വിരുന്നൊക്കെ പോകുമ്പോൾ നമ്മൾ 10 കണ്ണ് വെച്ച് മക്കളെ ശ്രദ്ധിക്കണം അല്ലേ. ഇത് കുട്ടികൾ എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്ക് തന്നെ അറിയാത്ത ഒരു കാര്യമാണ്. കുട്ടികളെല്ലാവരും കൂടി നമ്മുടെ വീടിന് മുമ്പിൽ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവരെ കാണാണ്ടാവും. അപ്പോൾ നമുക്കൊരു സംശയം ഇത് ഇവരെ എവിടെ പോകണമെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഞാൻ കുഞ്ഞാറ്റേനെ അനിയത്തിൻ്റെ മോളെ സോപ്പിട്ടിട്ടത് എവിടേക്കാണ് നിങ്ങൾ പോകണേന്ന് പറഞ്ഞിട്ട് അവളെ കയ്യോടെ പിടിച്ചുകൊണ്ടിരാണ്. 2-3 മീനൊക്കെ അവർ പിടിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് എവിടെ നിന്നാണ് ഇവർ പിടിച്ചത്? അപ്പോൾ മനസ്സിലായി മീൻ പിടിക്കാനാണ് പോയത്. ഏതാ സ്ഥലം എന്നൊക്കെ അറിയണമല്ലോ, അതാണ് ഞാൻ പിന്നാലെ പോയത് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 4-5 വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചാലുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇവർ മീൻ പിടിക്കാനും കാണാനൊക്കെ പോകണേട്ടോ. അപ്പോൾ അവർ അറിയണ്ട, കുഞ്ഞിതേ കണ്ട ആ കുഞ്ഞു ചെക്കനടക്കം പൂട്ടാ മീൻ പിടിക്കുക. അതാണ് നമുക്ക് പേടി. അപ്പോൾ ദേ അവനവിടെ കുഞ്ഞനം കളിക്കില്ലേ നമ്മൾ കുട്ടിക്കാലത്ത്. അപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ തട്ടിട്ടു അവനെ കൊണ്ട് തന്നെ അവൻ പിറക്കി വെപ്പിച്ചു വിട്ടു. അതാണ് അവൻ മിടുക്കൻ. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ദേ മീനും കൊണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മീനൊരു കവറിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിന് ദേ പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ഒരു പാത്രത്തിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഒരു കുപ്പി വേണം. അപ്പോൾ ദേ എൻ്റെ ചെടികളുള്ള വെച്ച ഒരു കുപ്പി ഉണ്ടായിരുന്നു. ആ ചെടിനൊക്കെ അവർ വലിച്ചെറിഞ്ഞത് കുപ്പീനൊക്കെ കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി കല്ലുകളെയും ഒക്കെ എടുത്തിട്ടുണ്ട്. ചെടികളുടെ ഇടയിലത്തെ കല്ലുകളൊക്കെ എടുത്ത് കഴുകി അമ്മാമ്മയും മക്കളും കൂടിയിട്ട് ദേ അതിനൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഞങ്ങളോട് കുറേ പറഞ്ഞു നോക്കി, ഈ ചാലിൽ നിന്ന് കിട്ടിയ മീനിൽ നിന്ന് പിടിച്ചിട്ട് കുപ്പിയിലാക്കി വളർത്തി കഴിഞ്ഞാൽ അവർ വളരില്ല, തന്നെയല്ല അവറ്റുകൾ വേഗം ചത്തുപോകുന്നു പറഞ്ഞിട്ടും ഈ മക്കൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവേണ്ടേ. അവർക്കും വളരണ്ടമ്മേ, അവർ എന്തിനാ ഇങ്ങനെ കൊല്ലണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേ അതിനെ കുപ്പിയിലാക്കി ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഗപ്പിയാണ് ഇട്ടത്. കുറച്ച് ഗപ്പിന്ന് കിട്ടിയിട്ടുണ്ട്, കൂട്ടുകാർ കൊടുത്തതാണ്. അപ്പോൾ അതിനെ വേറൊരു ചില്ലുപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ചെടിയുടെ ചില്ലുപാത്രങ്ങളാണ്, അതിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, 4 മീനല്ലേ വളരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പോയി. ഇതുപോലെ ഞാൻ പുറത്ത് പോയി തിരിച്ച് വന്നപ്പോൾ ഡൈനിങ് ടേബിൾ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ മക്കൾ വരുത്തി വെച്ച കാര്യങ്ങൾ കണ്ടോ, ഇതേ കണ്ടോ. ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ബൗളാണ് കേട്ടോ അത്. അതായത് നമുക്ക് പ്രസൻറ്റേഷൻ കിട്ടിയതാണ് നമ്മുടെ വീട്ടുമാറ്റത്തിന്. അപ്പോൾ നല്ല ഭംഗിയുള്ള ബൗള് അതെടുത്തിട്ട് ഇവന്മാർ കബോർഡിൽ നിന്ന് തിരഞ്ഞ് പിടിച്ചെടുത്തിട്ട് അവരെ മീനിട്ട് വെച്ചേക്കണം. അപ്പോൾ എങ്ങനെയുണ്ട്? ബൗളിൽ ഗപ്പികളെയാണ് കേട്ടോ ഇട്ടുണ്ടായിരുന്നത്. അതും പോരാഞ്ഞിട്ട് ദേ മിറ്റത്തേക്ക് ബാക്കിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മിറ്റത്തേക്ക് അവിടെ ഒരു കുഴിയും കുഴിച്ച് അവർ എൻ്റെ നല്ലൊരു വൈറ്റ് പോട്ടുണ്ട് കേട്ടോ ചെടി വയ്ക്കുന്നത്. ആ വൈറ്റ് പോട്ടിനെ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് കുളം പോലെ ആക്കി വെച്ചിട്ട് അതിലേക്ക് ഈ ചാലിന്ന് പിടിച്ച മീനുണ്ടല്ലോ, അന്ന് നമ്മൾ പിടിച്ച് വെച്ചത്, ആ മീൻ ഇട്ട് വെച്ചേക്കണു. ഇവന്മാരെ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നിർവാഹമില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേറെ ഷജാനോട് പറഞ്ഞു, പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ മീൻ വളർത്തുന്ന ബൗളുണ്ടല്ലോ അത് വാങ്ങിയിട്ട് വന്നു. അല്ലാണ്ട് രക്ഷയില്ല. നമ്മുടെ വീടിനുള്ളിൽ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഞാൻ ഇതേപോലെ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് പോവും. ഇവന്മാർ മീനൊക്കെ അതിലെടുത്തിടും. കാരണം ഞാനെന്നല്ല എല്ലാം മിക്ക അമ്മമാർക്കും ഒരു പണിയുണ്ട്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കില്ല പാത്രങ്ങൾ. നല്ല പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി കബോർഡിൻ്റെ അറ്റത്ത് കൊണ്ടുവയ്ക്കും അല്ലേ. എന്നിട്ട് വല്ലപ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രം അങ്ങോട്ട് എടുക്കും. ഇപ്പോൾ ഇവന്മാർ തന്നെ ചെയ്ത പണത്. അതാ നല്ലൊരു ബൗളുണ്ടല്ലോ, ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തത്, അതിനിട്ട് മീനിട്ട് വെച്ചു. അപ്പോൾ എന്താ പണി? അപ്പോൾ പിന്നെ അതൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പെട്ടെന്ന് ഒരു മീൻ വളർത്തുന്ന ബൗളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ വാങ്ങിയതല്ലെന്ന് വെച്ചാൽ 4-5 മീൻ വാങ്ങിക്കൊണ്ടു കേട്ടോ. അപ്പോൾ ഗപ്പീനും ഇട്ടിട്ടുണ്ട്, 4-5 ആ മീനുണ്ടല്ലോ അതിനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി, എൻ്റെ ബൗള് തിരിച്ച് കിട്ടിയല്ലോ. അപ്പോൾ മീൻ നല്ലൊരു കൂടാരം പോലെ വീടൊക്കെ പോലെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് മീനിൻ്റെ തീറ്റയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ടേബിൾ അതൊക്കെ വെച്ചപ്പോൾ കുട്ടികൾക്ക് വലിയ സന്തോഷമായി കണ്ടപ്പോൾ കേട്ടോ. അത്ര നാളത് കുഞ്ഞു കുപ്പികളിലും അങ്ങനെയൊക്കെയല്ല ആയിരുന്നു. എൻ്റെ ബൗളിലത് കണ്ടപ്പോഴാണ് എനിക്ക് വിഷമമായത് കേട്ടോ. കാരണം നമ്മളത് ഉപയോഗിച്ചിട്ടില്ല, നമുക്കൊരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ് കിട്ടിയതാണേ. അപ്പോൾ അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ ഇവർ എങ്ങനെ കണ്ടുപിടിച്ചൊന്നും എനിക്കറിയില്ല. കബോർഡിൻ്റെ ഏറ്റവും മൂലയിൽ കൊണ്ട് വെച്ച മുതലാണ് അവരൊക്കെ ഇതൊക്കെ ഞങ്ങളില്ലാത്ത സമയത്തൊക്കെ തപ്പി പിടിച്ചെടുത്ത് അവരെ മീനൊക്കെ ഇട്ട് വെച്ചത്. ഇതാ തീറ്റ കൊടുക്കാനുണ്ടോ മക്കൾ. അപ്പോൾ അത് വളരെ സന്തോഷത്തിൽ മീനൊക്കെ പുതിയ സ്ഥലത്ത് വന്നതിൻ്റെ ഇതിൽ വേഗം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതാണ് കേട്ടോ ആ ബൗള്. കണ്ടോ, നല്ല ഭംഗിയാണ്, നല്ല വലിപ്പമുള്ള ബൗളാണ്. അത് അവർ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കയ്യിൽ തിരിച്ച് കിട്ടിയപ്പോൾ സന്തോഷമായിട്ടാ. അപ്പോൾ വേഗം കൊണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ആ ചെറിയ വെള്ളച്ചാലിൽ നിന്ന് കിട്ടിയ മീനുണ്ടല്ലോ അതിപ്പോഴും ഉണ്ട്. 2 മീനുകളുണ്ട്, ബാക്കിയൊക്കെ ചത്തുപോയി. ഇതിപ്പോൾ ഇപ്പോഴും ആ കുഴിയിൽ വൈറ്റ് പോട്ടിലേക്ക് ഇതേ ഇറക്കി വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അവരിടയ്ക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. മക്കൾ തന്നെയാണ് ഇടയ്ക്ക് മാറ്റുന്നുണ്ട് വെള്ളം. കാരണം അതിൽ മണ്ണും തൂകി ആകെ മണ്ണും പൊടിയൊക്കെ ആവും. ചെറുതായിട്ട് അവർ മൂടി വെക്കുന്നുണ്ട്, എന്നാലും നിറയെ മണ്ണൊക്കെ ആവും. അപ്പോൾ 2 മീനുള്ളൂ ആകെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.